ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉള്ളി വരട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ്കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കല്ലേ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ആ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ്. അപ്പോൾ ഈ മുഴുവൻ മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ചേർത്താലും മതിയാവും. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് ചേർക്കരുത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ്. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ ഒരല്പം മല്ലിയില, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പിടി അളവിൽ മല്ലിയിലയും കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും. അപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില കൂടുതൽ ചേർക്കണതിൽ ഒരു പ്രശ്നവുമില്ല. കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നമ്മളിതിലേക്ക് പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കതൊന്ന് വറുത്ത് കൊടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കണം. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. തക്കാളിയുടെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ജ്യൂസ് കൂടിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിന് ഞാനിപ്പോൾ പുളി എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും, മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞിട്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആ സെയിം ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവ കൂടിയാണ്. അപ്പോൾ ആ ഉലുവയും ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 150 ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയാണ്. നമുക്കിത് ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. വലിയ ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിചാരിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, വലുതായിട്ട് വേണ്ട, ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറിയ കണ്ണാടി പോലെ ആയി തുടങ്ങും. അതുവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് വഴറ്റണം. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കറിക്കൂട്ട് കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെള്ളം എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ള അരപ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടത്, ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഒരു സ്റ്റേജ് ആകുന്നവരെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചധികം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ സൈഡിലായിട്ട് ഒരല്പം വെച്ചതിന് ശേഷം ഒരല്പം എടുത്ത് ചോറിലിട്ട് കുഴച്ച് കഴിക്കാനൊക്കെ
സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പുട്ടിൻ്റെ സൈഡിൽ വെക്കുക, അപ്പത്തിൻ്റെ സൈഡിൽ വെക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഒരു 2-3 ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇഷ്ടമായാൽ നിങ്ങളുടെ സ്നേഹം ലൈക്കുകളായിട്ട് എന്നെ ഒന്ന് അറിയിച്ചേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.